എത്രയായി? 2 രൂപ. ഒന്ന് പനമ്പള്ളി നഗർ വരെ പോണം. പോവാലോ? മാതാ സ്കൂളിലെ അനുജ പപ്പന്റെ ഡാഡി ഇല്ലേ? അനുജ മാതാ സ്കൂളിൽ പഠിക്കുന്ന? മാതാ സ്കൂളിൽ ഞാനാ? അല്ല, മോള്. ഞാൻ കല്യാണം പോലും കഴിച്ചില്ല, പിന്നല്ലേ? അല്ല, ഒന്ന് ഓട്ടം പോകാനാ. ഓട്ടം പോണോ? ഓട്ടം പോണ പൊയ്ക്കോ. അതിന് എന്റെ ഓട്ടമല്ല എന്നോട് ചോദിക്കാൻ. പനമ്പള്ളി നഗർ വരെ. പനമ്പള്ളി നഗർ വരെ? ആര്? നിങ്ങൾ പറഞ്ഞ അനുജ പപ്പന്റെ ഡാഡിക്ക് കാലിന് ഇതുപോലെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാനല്ലല്ലോ. അല്ല. ഹലോ. യെസ്, you want Mr. Nasir Said? 1 minute. Please hold on. ദേ. എന്താ സുധേ? നസീർ കാക്ക് ഫോൺ വന്നിരിക്കുന്നു. ഞാൻ ഇപ്പോ വിളിച്ചിട്ട് വരാം. സുധ എന്നോടാ പറഞ്ഞത്. 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 എന്നോടാ പറഞ്ഞത്. എടാ സുധ എന്നോടാ പറയുന്നു. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ആണോ? അനുഭവം ഉള്ളവര് പറയുമ്പം വിശ്വസിച്ചല്ലേ പറ്റൂ. അല്ലോ അല്ല, ഹലോ, നമുക്ക് ഹിന്ദി അറിഞ്ഞൂടാ. കുറച്ചു കാലം ബോംബെയിലും ഹൈദരാബാദിലൊക്കെ കറങ്ങിയതുകൊണ്ട് അത്യാവശ്യം തമിഴ് സംസാരിക്കാൻ അറിയാം. ഈ ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും മലയാളം അറിഞ്ഞ പോലെ കൈ കൊടുക്ക്. ഹലോ, അതെ, നമ്മൾ നസീറിന്റെ ബാപ്പാ. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഹലോ, നസീർ ഈസ് മദ്രാസ്, ബട്ട് നസീറിന്റെ ഫാദർ ഈസ് ഇവിടെ ഹിയർ. സേതു ഈസ് ടീ ഷോപ്പ്. ചട്ടപ്പല്ല, ടീ ഷോപ്പ്. ഇങ്ങോട്ട് താടേ, ഞാൻ സംസാരിക്കാം. അതൊന്ന് ബാഗ് നോക്കുമ്പോ നസീറിന്റെ മറ്റോ ആയിരിക്കും. ഹലോ, ഏത് ഭാഷയോടെങ്കിലും സംസാരിച്ചോ? ഓ, തമിഴാ? നസീർ ഇവിടെ ഇല്ല. എന്ത് ഭാഷ? 2 ദിവസം കഴിഞ്ഞേ വരൂ. യാരെ വിളിച്ച് சொல்லണം? അതാരാ? ഇങ്ങോട്ട് തരൂ. Mr. Nasir is not in station. He will be back only after 2 days. May I know who is speaking? Mr. Ahmad. Okay, I will tell him. ഒരു അഹമ്മദാ വിളിച്ചത്, പിന്നെ വിളിച്ചോളാന്ന്. അതിന്റെ കാശ് എത്രയായി? അയ്യോ, ഇൻകമിംഗ് കോളിന് കാശ് വേണ്ട. വേണ്ട, ഇങ്ങോട്ട് വലിഞ്ഞേരി വന്നല്ലേ, വേണ്ട. വളരെ ഉപകാരം മോളെ. എന്റെ സുധയോട് വളരെ രഹസ്യമായ ഒരു കാര്യം പറയാനുണ്ട്. കുറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രേമം കേരളത്തിലെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും പാട്ടാണ്. മനുഷ്യന്റെ മനസ്സൊരു മഹാസമുദ്രമാണ്. അതിന്റെ അടിത്തട്ടിൽ കിളച്ചു നോക്കിയാൽ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഉണ്ട്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങില്ല ഓമനെ, അടങ്ങില്ല എന്നാണ് വിവരമുള്ളവർ പറയാറ്. പക്ഷെ ആരും കാണാതെ ആലിംഗനങ്ങളിൽ മുഴുകുന്ന ഓളവും തീരവും എന്നും ഒരു കടങ്കഥയാണ്. ഇങ്ങനെ സിനിമയിലെ സംഭാഷണമൊക്കെ ഇത്ര പെട്ടെന്ന് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു?